അഞ്ചരക്കണ്ടിയിലെ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. ടൗണിലെ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരം ആരംഭിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളും കണ്ണൂർ റോഡിലെ വ്യാപാരികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സ്ഥലത്ത് തമ്പടിക്കുന്ന നാടോടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കണ്ണൂർ റോഡിലെ മഴവെള്ള പ്രശ്നവും തുടങ്ങി നിരവധി ആവലാതികൾ ഉയർത്തിയാണ് സമരം. വലിയ വാടക കൊടുത്ത് ബസ് സ്റ്റാൻഡിൽ കച്ചവടം തുടങ്ങിയെങ്കിലും അഞ്ചരക്കണ്ടിയിലൂടെ ഓടുന്ന 75% ബസ്സുകളും സ്റ്റാൻഡിൽ കയറുന്നില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. വർഷങ്ങളോളമായി തമ്പടിച്ചിരിക്കുന്ന നാടോടികളുടെ വാസം കൊണ്ട് ബസ് സ്റ്റാൻഡും പരിസരവും വൃത്തിഹീനമാവുകയാണ്. ഇത് പലവട്ടം പഞ്ചായത്ത് അധികൃതരുടെ മുൻപിൽ നിവേദനം മുഖേന അറിയിച്ചെങ്കിലും ഇതുവരേക്കും ശാശ്വത പരിഹാരമുണ്ടായില്ല. മഴ വന്നാൽ മയിലാടി മുതലുള്ള കല്ലും മണ്ണും മാലിന്യങ്ങളും വന്ന് കണ്ണൂർ റോഡിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ അടിയുന്നതും വെയിൽ വന്നാൽ പൊടിയായി മാറി പൊടിശല്യമാവുന്നതും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ കാര്യം പല പ്രാവശ്യം പഞ്ചായത്ത് അധികൃതരുടെയും PWD അധികൃതരുടെയും മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. കാര്യമായിട്ട് കച്ചവടം നടക്കുന്നത് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കാര്യമായിട്ട് ബസ്സുകളൊന്നും കയറുന്നില്ല. ചില ബസ്സുകൾ രാവിലെ കയറി ചില സൈഡിലോട്ടങ്ങ് പോയി കണ്ണൂരേക്ക് പോയി കളയും. പിന്നെ ചാലോട് ബസ് തലശ്ശേരി ബസ് ചില തലശ്ശേരി ബസ് മാത്രമാണ് ഇങ്ങോട്ട് കയറുന്നത്. പിന്നെ വേങ്ങാട് നിന്ന് വരുന്ന ബസ് ചില ബസ്സുകളും തീരെ കയറുന്നില്ല. പിന്നെ ഇവിടുന്ന് വരുന്ന ബസ്സെല്ലാം അങ്ങനെ പോയി കളിയാണ്. ആൾ കയറിച്ചാൽ കാര്യമായിട്ട് വൈകുന്നേരം 5 മണി ആയി കഴിഞ്ഞാൽ എന്താ ആളുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. 5 മണി ആയി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിയിട്ട് പോകുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ 6000 രൂപ വാടകയാണ്. വർദ്ധിച്ചു വരുന്ന തെരുവ് വ്യാപാരം ഉയർത്തുന്ന വെല്ലുവിളിയും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അവിടെ ഭക്ഷണം ഉണ്ടാക്കല്, ഭക്ഷണം കഴിക്കല്, പാത്രം കഴുകല് എന്ത് പറയുന്ന പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കപ്പെടുന്നത് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് വൃത്തിഹീനമായി കിടക്കുക. അതൊന്ന് പരിഹരിക്കപ്പെടണം. മറ്റൊരു കാര്യമുള്ളത് ഈ കണ്ണൂർ റോഡിൽ മേലെ നിന്നുള്ള എല്ലാ മഴ തുടങ്ങിയാൽ ബസ് സ്റ്റാൻഡ് മുകളിലുള്ള എല്ലാ കച്ചറകളും അതുപോലെ മണ്ണുകൾ കല്ലുകളൊക്കെ വന്ന് നമ്മളെ ഈ താഴത്തെ ഭാഗത്ത് നിങ്ങൾ കാണാൻ പോകുമ്പോൾ കാണാം ഈ അരിയുന്ന ഡോക്ടർ ക്ലിനിക്കിൻ്റെ ഭാഗത്ത് വന്നുകൂടുകയും അത് ചെളിയായി മാറി, വേനൽക്കാലം പൊടിയായി മാറി. അവ രണ്ടും മഴയാകുമ്പോൾ ചെളീൻ്റെ ശല്യവും വേനൽക്കാലമാകുമ്പോൾ പൊടിയുടെ ശല്യം കൊണ്ട് കച്ചവടക്കാർക്ക് വ്യാപാരം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം ആ ഭാഗത്തുണ്ട്. കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, വേങ്ങാട് പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പരിഹാരവും ഈ നാളിൽ ഇവർക്ക് ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഒന്ന് ഈ ടൗണിൻ്റെ അകത്ത് ഒരുപാട് തെരുവ് വ്യാപാരം വർദ്ധിപ്പിച്ചു വരിക. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് പോലീസ് സ്റ്റേഷനിലും പോയിട്ടുണ്ട്, പഞ്ചായത്തിലും പോയിട്ടുണ്ട്. ലാസ്റ്റ് പഞ്ചായത്ത് നമുക്കൊരു വിചിത്രമായ മറുപടിയാണ് തന്നത്. തെരുവ് വ്യാപാരം തടയേണ്ടത് PWD ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു അർത്ഥശൂന്യമായ മറുപടിയാണ്. കാരണം വെച്ചാൽ ലൈസൻസ് എടുത്ത് വ്യാപാരം നടത്തലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം. ലൈസൻസ് ഇല്ലാതെ വ്യാപാരം നടത്തുന്ന ആളുകളെ തടയാനുള്ള അധികാരം പഞ്ചായത്ത് ഉണ്ടായിട്ട് പോലും പഞ്ചായത്ത് ഒരു അഴിവുഴമ്പൻ മറുപടിയിലൂടെ നമ്മളെ സമാധാനിപ്പിക്കുകയില്ല. സൂചനാ സമരമെന്ന നിലയ്ക്ക് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വേങ്ങാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചരക്കണ്ടി യൂണിറ്റ് ജനറൽ സെക്രട്ടറി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.